നമസ്കാരം. തെരഞ്ഞെടുപ്പിന് അക്ഷരാർത്ഥത്തിൽ അരങ്ങൊരുങ്ങിക്കഴിഞ്ഞു. കേരളത്തിൽ കോട്ടയത്ത് ആദ്യത്തെ സ്ഥാനാർത്ഥിയെ തന്നെ പ്രഖ്യാപിച്ചു. LDF കേരള കോൺഗ്രസ് മാണിയുടെ സ്ഥാനാർത്ഥിയായി തോമസ് ചാഴിക്കാടൻ, നിലവിലെ MP ആയ തോമസ് ചാഴിക്കാടനെ പ്രഖ്യാപിച്ചു. ഇനി അങ്ങോട്ട് ആദ്യത്തെ സ്ഥാനാർത്ഥി എന്നുള്ള പ്രഖ്യാപനത്തിന് ശേഷം ഇനി അങ്ങോട്ട് എല്ലാവരും സജീവമായ ചർച്ചകളിലേക്ക് വരും ദിവസങ്ങൾ പോവുകയാണ്, പ്രഖ്യാപനങ്ങളിലേക്ക് പോവുകയാണ്. ഈ ഘട്ടത്തിൽ പത്രങ്ങളിലൊക്കെ വരുന്ന വാർത്തകളിൽ നമ്മൾ തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ കുത്തൊഴുക്കായിരിക്കും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് തെരഞ്ഞെടുപ്പ് ക്യാപ്സൂൾ വാർത്തകളായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മറ്റ് വാർത്തകൾ അതിൻ്റെ വഴിക്ക് പോകുമ്പോൾ തന്നെ ശ്രദ്ധയിൽപ്പെട്ടാൻ ഇടയില്ലാത്തതും അതേസമയം നമ്മുടെ ശ്രദ്ധ അർഹിക്കുന്നതുമായ ചില തെരഞ്ഞെടുപ്പ് വാർത്തകൾ കൂട്ടത്തിൽ വരുന്നുണ്ട്. നമുക്കതിൻ്റെ ചെറിയൊരു വായനയും അതിൻ്റെ വീക്ഷണവും എന്താണെന്ന് നോക്കി പോകുന്നൊരു വീഡിയോ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ എനിക്ക് നോട്ട് ചെയ്യപ്പെട്ട ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് തോമസ് ചാഴിക്കാടൻ്റെ പ്രഖ്യാപനമാണ്. കോട്ടയത്ത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരാകാംക്ഷയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മകൾ UDFൻ്റെ സ്ഥാനാർത്ഥിയായി അച്ചു ഉമ്മൻ വരും എന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. തിരുവഞ്ചൂർ സ്ഥാനാർത്ഥിയായി വരും എന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ കേരള കോൺഗ്രസ് എമ്മിന് LDFൻ്റെ ഒരു സീറ്റ് ആണ് എന്നുള്ളത് കൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ആളാണല്ലോ. കഴിഞ്ഞ തവണ UDFൻ്റെ കൂടെ മത്സരിച്ച് ജയിച്ച ആളാണ് തോമസ് ചാഴിക്കാടൻ. ഇത്തവണ ആദ്യമായി LDFിനൊപ്പം മത്സരിക്കാൻ പോകുന്നു. ഈ ഘട്ടത്തിൽ UDFൻ്റെ സ്ഥാനാർത്ഥിക്കും വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ കോൺഗ്രസ് അത് ഏറ്റെടുക്കില്ല എന്നാണ് അവസാനമായി ലഭിക്കുന്ന വിവരം. UDF നേതാക്കൾ തന്നെ ഔദ്യോഗികമായി അത് സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും കേരള കോൺഗ്രസ്സിന് തന്നെ ജോസഫിൻ്റെ പാർട്ടിക്ക് UDF അത് കൊടുക്കും. ജോസഫിൻ്റെ മകൻ്റെ പേര് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ KM മാണിയുടെ മരുമകൻ്റെ പേര് വരുന്നുണ്ട്. മോൻസ് ജോസഫ് മത്സരിക്കണം എന്നുള്ള ആവശ്യം കോൺഗ്രസ് തന്നെ ഉന്നയിക്കുന്നുണ്ട്. സജി മഞ്ഞക്കടമ്പിൽ എനിക്ക് ആ സീറ്റ് വേണം എന്ന് പറഞ്ഞ് രംഗത്തുണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കേരളത്തിൽ മത്സരിക്കാനിടയുള്ള 2 പേരുടെ കാര്യമാണ്. അത് 3 കേന്ദ്രമന്ത്രിമാരുടെ മത്സരമാണ്. വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖരൻ, അശ്വിനി വൈഷ്ണവ് എന്നിവർ മത്സരിക്കും എന്നാണ് മനോരമയിലെ ഒരു വാർത്ത. വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖരൻ മലയാളികളാണ്. അശ്വിനി വൈഷ്ണവ് നമുക്കറിയാം മലയാളിയല്ല. ഈ ഘട്ടത്തിൽ വി മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം ആറ്റിങ്ങലാണ് എന്ന് അനൗദ്യോഗികമായി ഇങ്ങനെ പ്രചാരണത്തിലുണ്ട്. അദ്ദേഹം അവിടെ തന്നെ മത്സരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒപ്പം രാജീവ് ചന്ദ്രശേഖരനോട് കേന്ദ്ര നേതൃത്വം കേരളത്തിൽ മത്സരിക്കാൻ നിർദ്ദേശിച്ചു എന്നാണ് വാർത്തയിൽ നിന്ന് മനസ്സിലാവുന്നത്. കർണാടകത്തിൽ മത്സരിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം. കാരണം അവിടെ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലം ലഭിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കും. പക്ഷേ കേരളത്തിൽ തിരുവനന്തപുരമോ പാലക്കാടോ എന്ന് നേരത്തെ ചർച്ചകളിലുണ്ടായിരുന്നു. അതിൽ തിരുവനന്തപുരം ആയിരിക്കാനാണ് മത്സരിക്കുമ്പോൾ നമുക്ക് മുന്നിൽ ഉള്ള ഒരു സാധ്യത കാണുന്നത്. പ്രത്യേകിച്ചും തിരുവനന്തപുരം BJPക്കുള്ള ഒരു 2ാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലമാണ്. ദേശീയ തലത്തിൽ ശ്രദ്ധ കിട്ടുന്ന തരത്തിൽ ശശി തരൂരുമായി മത്സരിക്കാനുള്ള ഒരു അവസരമാണ്. മറ്റ് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജനകീയതയൊക്കെ സംബന്ധിച്ച തർക്കങ്ങളും നമുക്ക് നടത്താം എന്നുള്ള ഒരു പ്രചാരണ സാധ്യതയുമുണ്ട്. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് എന്നുള്ളതിനപ്പുറത്ത് കേരളത്തിൽ വലിയ സ്വീകാര്യതയുള്ള ജനകീയനായ ഒരു നേതാവല്ല. അതുകൊണ്ട് അദ്ദേഹം വരുമ്പോൾ വലിയ ആശങ്കകൾക്കോ അല്ലെങ്കിൽ അട്ടിമറികൾക്കോ ഒന്നും സാധ്യതയില്ല ഒരു മണ്ഡലത്തിലും എന്നുള്ളതാണ് നമ്മുടെ ഒരു തോന്നൽ. പിന്നെ വി മുരളീധരൻ ആറ്റിങ്ങിൽ എന്തായാലും ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം പോക്കാണ്. വി മുരളീധരൻ അവിടെ നേരത്തെ തന്നെ അനൗദ്യോഗികമായി അദ്ദേഹം പ്രഖ്യാപിച്ചിറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഒരു വാർത്തയാണ്. സോണിയാഗാന്ധി ഇനി ലോക്സഭയിലേക്ക് മത്സരിക്കില്ല എന്നുള്ളതാണ്. നേരത്തെ തന്നെ പറഞ്ഞു വരുന്നൊരു വാർത്തയാണ്. എല്ലാ പത്രങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാതൃഭൂമി വലിയ പ്രാധാന്യത്തോടു കൂടി നൽകുന്നുണ്ട്. സോണിയ ഇനി രാജ്യസഭയിലേക്ക് ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുകയാണ്. രാജ്യസഭയിലേക്ക് കുറേ ഒഴിവ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ പോവുകയാണ് എന്നാണ് വാർത്ത. അവർ റായ്ബറേലി എല്ലാ തിരിച്ചടികളുള്ള കാലത്തും റായ്ബറേലിയിൽ സോണിയാഗാന്ധി ജയിച്ചു വന്നിരുന്നു ലോക്സഭയിലേക്ക്. എന്നാൽ ഇനി പ്രായത്തിൻ്റെ അസുഖത്തിൻ്റെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ട് മത്സരിക്കാനില്ല എന്ന് കഴിഞ്ഞ തവണ തന്നെ അവരെ അറിയിച്ചിരുന്നതാണ്. എന്നാൽ ഇത്തവണ സ്ട്രോങ് ആയി തന്നെ അവരുടെ നിർദ്ദേശം പരിഗണിക്കാൻ പാർട്ടി തീരുമാനിച്ചു എന്നാണ് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് സോണിയാഗാന്ധി മത്സരിക്കില്ല എന്നുള്ള വാർത്തയാണ് ഇതിൽ ശ്രദ്ധേയമായ ഒരു വാർത്ത. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട കാര്യം, സോണിയ പിന്മാറുമ്പോൾ പ്രിയങ്ക ലോക്സഭയിലേക്ക് മത്സരിക്കുകയാണ്. നേരത്തെ സോണിയ മത്സരിച്ച മണ്ഡലമായ റായ്ബറേലിയിൽ തന്നെ മത്സരിക്കാനാണ് പ്രിയങ്കയുടെ നീക്കം എന്നുള്ളതാണ് പാർട്ടിയുടെ ആലോചന എന്നുള്ളതാണ് വാർത്ത. മാതൃഭൂമി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചയിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ ഇടയുള്ള ഒരു സ്ഥാനാർത്ഥിത്വമായിരിക്കും പ്രിയങ്കയുടേത്. ആദ്യമായിട്ടാണ് പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്. പ്രിയങ്കയുടെ സാന്നിധ്യം നേരത്തെ വലിയ കോൺഗ്രസ്സിന് പ്രാധാന്യമുണ്ടായിരുന്ന കാലത്ത് വലിയ ചർച്ചകളിലേക്ക് വന്നിരുന്നു. അടുത്ത ഇന്ദിരാഗാന്ധിയാണ് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ നിലവിൽ വളരെ ദുർബലമായ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം പ്രതിപക്ഷത്തിനുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ നിലവിലെ സാഹചര്യം വടക്കേ ഇന്ത്യയിലൊക്കെ. അതുകൊണ്ട് തന്നെ ഈ റായ്ബറേലിയിലെ പ്രിയങ്കയുടെ മത്സരം ഉണ്ടാക്കാൻ പോകുന്ന ഫലം കോൺഗ്രസിൻ്റെ അവർ മത്സരിച്ചാൽ അത് കോൺഗ്രസിൻ്റെ ഇനിയുള്ള ഭാവിയിലേക്കുള്ള നിർണായകമായൊരു സൂചനയായിരിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ ഘട്ടത്തിലും രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാട്ടിൽ സുരക്ഷിതമായ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കാനാണ് സാധ്യത എന്നാണ് അവസാന വട്ടം തെളിയുന്ന ചിത്രം. മറ്റൊരു കാര്യത്തിന്, ഒരു നിർണായക നീക്കത്തിനൊന്നും ധൈര്യം, ആത്മവിശ്വാസം കോൺഗ്രസ്സിനില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പതിവ് രീതിയിൽ വടക്കേ ഇന്ത്യയിലേക്ക് പോകാനോ ഇനി പഴയ അമേഠിയിലേക്ക് തന്നെ പോയി ഇന്ത്യ ആകെ ചർച്ചയാവുന്ന വിധത്തിൽ കോൺഗ്രസിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാനോ ഒന്നും കോൺഗ്രസ് തയ്യാറാവണം എന്നില്ല. അതിനുള്ള ധൈര്യമോ ആത്മവിശ്വാസമോ കോൺഗ്രസ്സിനില്ല എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാവുക. ഇവിടെ വന്ന് വയനാട്ടിൽ വന്ന് മത്സരിച്ച് ജയിച്ചു പോവുക എന്നുള്ളതിനപ്പുറത്തേക്കുള്ള ഒരു റിസ്ക് എടുക്കാനും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും തയ്യാറാവുകയുമില്ല. രാഷ്ട്രീയ ചർച്ചകൾ, വാർത്താ സമ്മേളനങ്ങൾ ഒതുക്കുക എന്നുള്ളതിനപ്പുറത്ത് രണ്ടും കൽപ്പിച്ചുള്ളൊരു പോരാട്ടത്തിന് ഇറങ്ങിത്തിരിക്കാനോ ദേശീയ തലത്തിൽ ചർച്ചയാവുന്ന വിധത്തിലൊരു സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിനോ ഒന്നും കോൺഗ്രസ് മുതിരില്ല എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇതിനൊപ്പമാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര രണ്ടാം ഘട്ടം രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് 5 ദിവസം UP-യിൽ വെട്ടിച്ചുരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഒടുവിലത്തെ വാർത്ത. ഭാരത് ജോഡോ യാത്ര ഒരർത്ഥത്തിൽ ശ്രദ്ധയിൽ വരാത്ത നിലയിലേക്ക് മാറി എന്നുള്ളതൊരു കാര്യമാണ്. പക്ഷേ രാഹുൽ ഗാന്ധി പ്രയത്നിക്കുന്നു, സമരം ചെയ്യുന്നു എന്നുള്ളത് ശ്രദ്ധേയമായത് തന്നെയാണ്. പക്ഷേ ആ സമയത്ത് രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിപക്ഷ നേതാക്കൾ അവരുടേതായ നിലയിലുള്ള പങ്ക് വഹിക്കുമ്പോൾ ലോക്സഭാംഗം കൂടിയായ രാഹുൽ ഗാന്ധി കൂടി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള അവസാനത്തെ ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധം നടന്ന ഇടം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉറപ്പിക്കാനും രാജ്യശ്രദ്ധ നേടുന്ന വിധത്തിലുള്ള മിനിമം ഒരു പ്രസംഗമെങ്കിലും കാഴ്ചവെക്കാനും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞേനെ എന്നുള്ളത് ഒരു വസ്തുതയായി അവിടെ നിൽക്കുന്നുമുണ്ട്. ഒരു പ്രധാനപ്പെട്ട കേരളത്തെ സംബന്ധിച്ച ഒരു വാർത്തയുള്ളത് ഇന്ന് ലീഗിനെ സംബന്ധിച്ചാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മുസ്ലിം ലീഗിനെ സംബന്ധിച്ചാണ്. ലീഗ് അവരുടെ 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരു സീറ്റിൽ പുതുമുഖത്തെ ഇറക്കാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്തയാണ്. അതായത് നിലവിൽ ET മുഹമ്മദ് ബഷീറും അബ്ദുൾ സമദ് സമദാനിയുമാണ് മത്സരിക്കുന്നത്. ഇവരുടെ സീറ്റുകൾ ഇനി അവർക്ക് വേണമെങ്കിൽ മത്സരിക്കാം, ജയിക്കാം. അത് ആ മണ്ഡലങ്ങളിൽ അവർ തന്നെ ജയിക്കുള്ളൂ എന്നുള്ളൊരു സാഹചര്യം പോലും ഉണ്ട്. ഏറ്റവും ഷുവറായ സീറ്റുകളിൽ 2 എണ്ണമാണ് അത്. പക്ഷേ അവരൊരു പുതിയ ആലോചനയിലേക്ക് കടക്കുകയാണ് എന്നാണ് വാർത്തയിൽ ഉള്ളത്. അതായത് VK ഫൈസൽ ബാബു, PK ഫിറോസ്, KM ഷാജി മുതലായ യങ്സ്റ്റേഴ്സിൻ്റെ പേര് മുന്നോട്ട് വെച്ചുകൊണ്ട് പുതിയ ഒരാളെ മത്സരിപ്പിക്കാൻ അവർ ആലോചിക്കുകയാണ് എന്നാണ് കാര്യം. അതിൻ്റെ അടിസ്ഥാന കാര്യം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവുക. സമീപ നാളുകളിൽ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായി ലോക്സഭയിലും രാജ്യസഭയിലും വലിയ പ്രതീക്ഷയോടുകൂടി തലയെടുപ്പില്ല, പാർട്ടിയിൽ വലിയ നേതാക്കന്മാരായിട്ട് പോകുന്ന ആളുകൾക്ക് വലിയ പെർഫോമൻസ് ഒന്നും അവിടെ നടത്താൻ കഴിയുന്നില്ല. പ്രത്യേകിച്ചും രാജ്യം, ലോകം ശ്രദ്ധിക്കുന്ന വിധത്തിൽ ദൃശ്യമാധ്യമങ്ങളുടെയും ഒക്കെ വലിയ സാന്നിധ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവിടുത്തെ പ്രകടനം, പ്രത്യേകിച്ചും പ്രസംഗങ്ങൾ, ഈ ഡേ ടു ഡേ കാര്യങ്ങളിലുള്ള ബില്ലുകളിലൊക്കെയുള്ള ഇടപെടലുകൾ, കാഷ്വലായ ഇടപെടലുകൾ ഒക്കെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഇടപെടലുകൾക്ക് ഒരു യങ്ങായ ആളുകൾക്ക് തന്നെ വേണമെന്നില്ല, എല്ലാവർക്കും പറ്റും. പക്ഷേ അതിനുള്ള ഒരു ഊർജ്ജവും അവരുടെ ഒരു ആവേശവും പ്രധാന ഘടകമാണ്. ഒപ്പം തന്നെ ഭാഷ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ കണ്ടതാണ് ജോൺ ബ്രിട്ടാസിൻ്റെ പ്രസംഗം, ഒപ്പം ശശി തരൂർ, ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ പ്രസംഗങ്ങൾ നമ്മൾ കാണാറുണ്ട്. ബ്രിട്ടാസൊക്കെ മുഴുവൻ സമയം അവിടെ ഇരുന്നിട്ട് ഓരോ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഗുണം അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ CPM പോലും കൂടുതൽ പുതിയ ആളുകളെ അല്ലെങ്കിൽ എല്ലാ വിധത്തിലും കെൽപ്പുള്ള ലോക്സഭയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്ന ആളുകളെ അങ്ങോട്ട് അയക്കണമെന്ന് ഇപ്പോഴാലോചിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ്. നേരത്തെ യെച്ചൂരിയൊക്കെ ഉള്ള കാലത്ത് ഇത് ഭയങ്കര രസകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. പിന്നീട് ഇപ്പോൾ ബ്രിട്ടാസൊക്കെയാണ് അവിടെ പോയി എന്തെങ്കിലും ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ചില നീക്കങ്ങൾ നടത്താൻ ലീഗ് ആലോചിക്കുകയാണ്.
തന്നെയാണ്. VK ഫൈസൽ ബാബുവിനെ പോലുള്ള ആളുകൾക്ക് അതിനുള്ള സാധ്യതകളുണ്ട്. ലാംഗ്വേജ് ആയാലും ഇടപെടാനുള്ള ശേഷിയായാലും അറിവായാലും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള കാര്യം അവരാലോചിക്കുകയാണ്. അതിനുള്ള മാതൃകയായിട്ട് ചിലപ്പോൾ ഈ മുൻ അനുഭവങ്ങൾ അവർക്ക് മുന്നിലേക്ക് വന്നിരിക്കാമെന്നാണ് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. അത്തരത്തിലുള്ള ആലോചന ലീഗ് നടത്തുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ വാർത്തയിലുള്ള എല്ലാവരുടെയും പേരുകൾ, ഇപ്പോൾ VK ഫൈസൽ ബാബു ഒഴികെ ഫിറോസും KM ഷാജിയൊക്കെ കേരള രാഷ്ട്രീയത്തിലാണ് ഉറ്റുനോക്കുന്നത്. അവർക്ക് മുകളിലേക്ക് പോകാൻ താല്പര്യമില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഫൈസൽ ബാബുവിനെ പോലുള്ള ആളുകൾക്ക് ഭാഷ ഒരു പ്രധാനപ്പെട്ട അനുകൂലം ഘടകമായി മാറാൻ ഇടയുണ്ട്. അവിടെ പോയാലും പെർഫോം ചെയ്യാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൊക്കെ അതിൻ്റെ ഒരു സാധ്യതകളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായി ചിന്തിക്കുന്നുണ്ട് എല്ലാവരും എന്നുള്ളതാണ്. അതേസമയം ലീഗിൻ്റെ 3ാം സീറ്റിൻ്റെ കാര്യത്തിൽ തീരുമാനമൊന്നായിട്ടുള്ള കിട്ടാൻ സാധ്യതയില്ല എന്നും ഇപ്പോൾ നമുക്ക് UDFൻ്റെ നിലപാട് നോക്കുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ പല വിധത്തിലുള്ള ചർച്ചകളിലേക്ക് സജീവമായി നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ കടന്നു കഴിഞ്ഞു. 1-2 ആഴ്ചക്കകം അന്തിമ തീരുമാനമാകും വിധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയാണ്. BJP ആണെങ്കിൽ അവരുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ പാലുകാച്ചൽ നടത്തിക്കഴിഞ്ഞു. മുഖ്യമന്ത്രിക്കുള്ള പ്രത്യേക ഇരിപ്പിടമൊക്കെ ആ ഓഫീസിൽ ഒരുക്കിയിട്ടുണ്ടെന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഈ ആവേശം അണികളിലേക്ക് എത്തിച്ചുകൊണ്ട് അവരുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റെങ്കിലും പിടിക്കണം എന്നുള്ള നീക്കത്തിൽ അവർ മുന്നോട്ട് പോകുന്നു. സുരേഷ് ഗോപി തൃശ്ശൂരിൽ റെയിൽവേ സ്റ്റേഷനിലെ കിളികൾക്ക് വരെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ പരിപാടി എന്നറിയില്ല. എന്തായാലും ഇങ്ങനെയുള്ള നീക്കങ്ങൾ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കാതുകൂർപ്പിച്ച് കണ്ണ് കൂർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള തെരഞ്ഞെടുപ്പ് വാർത്തകൾ പ്രത്യേകമായി കൂടുതലായി എടുത്ത് അടുത്ത വീഡിയോയിൽ വരാം. നന്ദി, നമസ്കാരം.